കേരള സർവകലാശാല കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചു. കലോത്സവത്തിൽ കോഴ ആരോപണത്തെ തുടർന്നാണ് നിർത്തിവെച്ചത്. ഇന്നലെ രാത്രി നടന്ന മാർഗം കളി മത്സരത്തിലാണ് കോഴ ആരോപണം. അപ്പീൽ കമ്മിറ്റിയുടെ മീറ്റിംഗ് തുടരുന്നു. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, കേരള സർവകലാശാല കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചു. കലോത്സവത്തിൽ ഒരു കോഴ ആരോപണത്തെ തുടർന്നാണ് നിർത്തിവെച്ചതെന്ന് അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ? 7-ാം തീയതിയാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം ആരംഭിച്ചത്. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി നടന്ന മാർഗം കളിയുമായി ബന്ധപ്പെട്ടാണ് ഒരു കോഴ ആരോപണം വന്നിരിക്കുന്നത്. അതേ തുടർന്ന് സംഘാടക സമിതി ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കലോത്സവം ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളോടെയാണ് തുടക്കമാകുന്നത്. ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇട്ട പേര് ഇന്തിഫാദ എന്ന പേരുൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് VC-യുടെ ഉത്തരവ് വരെ പേര് മാറ്റണമെന്ന രീതിക്ക് പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് 7-ാം തീയതി കേരള യൂണിവേഴ്സിറ്റി കലോത്സവം ആരംഭിച്ചെന്ന് 3-ാം ദിവസമായപ്പോൾ വീണ്ടും കലോത്സവം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം, ഒരു വിവാദത്തിലേക്ക് കലോത്സവം കടന്നിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ അപ്പീൽ കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കലോത്സവം പുനരാരംഭിക്കുക അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് പ്രശ്നം, എന്താണ് കലോത്സവം ഇനിയിപ്പോൾ തുടങ്ങുമോ എന്ന കാര്യത്തിൽ ഈ സംഘാടക സമിതി അംഗങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കും. എന്തായാലും ഇപ്പോൾ കലോത്സവം നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ശരി, കേരള സർവകലാശാല കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചു. കലോത്സവത്തിൽ കോഴ ആരോപണത്തെ തുടർന്നാണ് നിർത്തിവെച്ചത്. അപ്പീൽ കമ്മിറ്റിയുടെ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രി.